വെൽക്കം ടു കീ ലേണിംഗ്. ഞാൻ രാജേശ്വരി വിനോദ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് വൊക്കാബുലറിയിലെ ഫ്രേസൽ വെർബും കുറച്ച് ഇഡിയംസ് ആൻഡ് ഫ്രേസസുമാണ്. അപ്പോ നമുക്കറിയാം ഏത് എക്സാം എടുത്താലും, ഏത് എക്സാം എന്ന് പറഞ്ഞാല് അതിൽ ടീച്ചിങ് എക്സാംസ് ആവട്ടെ, PSC എക്സാംസ് ആവട്ടെ, ഏത് എക്സാം എടുത്താലും എക്കലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് വൊക്കാബുലറി. ഓക്കെ, അത് കേട്ടിട്ട് എക്സാമിലാവട്ടെ, LP UPയിലാവട്ടെ, അതുപോലെ തന്നെ ക്രൈറ്റീരിയൻ എക്സാമുകളാവട്ടെ, എല്ലാത്തിലും ചോദിക്കുന്ന ഇംഗ്ലീഷ് ഗ്രാമാറ്റിക്കൽ പോർഷൻ ഉള്ളിടത്തെല്ലാം തന്നെ ചോദിക്കുന്നതാണ് വൊക്കാബുലറി എന്ന് പറയുന്നത്. അപ്പൊ ഇംഗ്ലീഷ് വൊക്കാബുലറിയിലെ ചെറിയൊരു ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പൊ അതിൽ ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് ഇംഗ്ലീഷ് വൊക്കാബുലറിയിൽ ഫ്രേസൽ വെർബ് ആണ് കാണാൻ പോകുന്നത്. ഫ്രേസൽ വെർബ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, താഴെ കാണുന്ന എല്ലാം സ്റ്റാർട്ടിങ് പുട്ട് ആയതുകൊണ്ട് തന്നെ പുട്ടിൽ തുടങ്ങുന്ന ഫ്രേസൽ വെർബ് ആണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ഫ്രേസൽ വെർബ് എന്ന് പറയുന്നത് പുട്ട് എബൌട്ട് ആണ്. അപ്പൊ ഒരു വെർബിനോട് കൂടി ഒരു പ്രിപ്പോസിഷൻ ചേരുമ്പോൾ ഉണ്ടാവുന്ന മീനിങ് ആയിട്ടുള്ള സംതിങ്, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഫ്രേസൽ വെർബ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, പുട്ടുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു 10-12ഓളം ഫ്രേസൽ വെർബ്സ് പഠിക്കാനുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് പുട്ട് എബൌട്ട്. പുട്ട് എബൌട്ട് ഓർത്ത് വയ്ക്കാം, പുട്ട് എബൌട്ട്. ഓക്കെ, പുട്ട് എബൌട്ട്. ചുണ്ടാനെങ്കിൽ പറഞ്ഞേ പുട്ട് എബൌട്ട്. പുട്ട് എബൌട്ട് എന്ന് വെച്ചാൽ എന്താണ്? നമുക്കറിയാം, പരദൂഷണം പറയുക. നമ്മൾ പരദൂഷണമൊന്നും അല്ലെങ്കിലും നമ്മൾ മറ്റുള്ള നീ അറിഞ്ഞോ എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട് അല്ലെ. അങ്ങനെ പുട്ട് എബൌട്ട് എന്ന് വെച്ചാൽ സ്പ്രെഡിങ് റൂമർ എന്നാണ്. പുട്ട് എബൌട്ട് സ്പ്രെഡിങ് റൂമർ, കിംവദന്തി പറയുക, കിംവദന്തി പരത്തുക, പരദൂഷണം പറയുക എന്നുള്ള അർത്ഥത്തിലേക്ക് നമുക്ക് ഉപയോഗിക്കാം. പുട്ട് എബൌട്ട് സ്പ്രെഡിങ് റൂമർ. ഓക്കെ, സെക്കൻഡ് പദമാണ് പുട്ട് എക്രോസ്. പുട്ട് എക്രോസ്. ഓക്കെ, ഞാൻ ഇപ്പൊ നിങ്ങളോട് എന്താ ചെയ്യുന്നേ? സംസാരിക്കുകയാണ് അല്ലെ. പുട്ട് എക്രോസ് കമ്മ്യൂണിക്കേറ്റ്. പുട്ട് എക്രോസ് കമ്മ്യൂണിക്കേറ്റ്. പുട്ട് എക്രോസ് കമ്മ്യൂണിക്കേറ്റ്. ഓക്കെ, അടുത്ത പദത്തിലേക്ക് പോകാം. പുട്ട് എസൈഡ്. പുട്ട് എസൈഡ്. ഓക്കെ, ഈ പേന ഇവിടെ ഇരിക്കുമായിരുന്നു, അത് ആ ടേബിളിൽ നിന്ന് എടുത്ത് ഞാൻ മറ്റൊരു ടേബിളിലേക്ക് പുട്ട് എസൈഡ് ചെയ്തു. ഈ ടേബിളിൽ ഇരുന്ന പേന ഞാൻ അവിടെ നിന്ന് എടുത്ത മറ്റൊരു ടേബിളിലേക്ക് എന്ത് ചെയ്തു? മാറ്റി വെച്ചു. പുട്ട് എസൈഡ്, കീപ് എസൈഡ്, മാറ്റി വെക്കുക. പുട്ട് എസൈഡ്, കീപ് എസൈഡ്, മാറ്റി വയ്ക്കുക. ഓക്കെ, കിട്ടിയല്ലോ കുഞ്ഞുങ്ങളെ? പുട്ട് എബൌട്ട് സ്പ്രെഡിങ് റൂമർ, പുട്ട് എക്രോസ് കമ്മ്യൂണിക്കേറ്റ്, പുട്ട് എസൈഡ്, കീപ് എസൈഡ്. ഓക്കെ, നെക്സ്റ്റ് ആണ് പുട്ട് ഇൻ. പുട്ട് ഇൻ, പുട്ട് ഇൻ ഇൻവെസ്റ്റ്. ഇന്ററപ്റ്റ് ഇൻ എ കോൺവെർസേഷൻ എന്ന് പറയുന്ന ഒരു മീനിങ്ങും കൂടി ഉണ്ട്. പുട്ട് ഇൻ ഇൻവെസ്റ്റ്. അടുത്താണ് പുട്ട് ബൈ. പുട്ട് ബൈ സേവ് ദ എമൗണ്ട്. ഓക്കെ, പുട്ട് ബൈ സേവ് ദ മണി. ഓക്കെ, നമ്മൾ എന്ത് ചെയ്ത പൈസ സൂക്ഷിക്കുന്നതിന് പറയുന്ന പുട്ട് ബൈ സേവ്. ഓക്കെ, കിട്ടിയല്ലോ കുഞ്ഞുങ്ങളെ? പുട്ട് എബൌട്ട് സ്പ്രെഡിങ് റൂമർ. പറയാം, പുട്ട് എബൌട്ട് സ്പ്രെഡിങ് റൂമർ. ഒന്നുകൂടെ, പുട്ട് എബൌട്ട് സ്പ്രെഡിങ് റൂമർ. പുട്ട് എക്രോസ് കമ്മ്യൂണിക്കേറ്റ്. പുട്ട് എക്രോസ് കമ്മ്യൂണിക്കേറ്റ്. പുട്ട് എക്രോസ് കമ്മ്യൂണിക്കേറ്റ്. പുട്ട് എസൈഡ്, കീപ് എസൈഡ്. പുട്ട് എസൈഡ്, കീപ് എസൈഡ്. പുട്ട് ഇൻ ഇൻവെസ്റ്റ്. പുട്ട് ഇൻ ഇൻവെസ്റ്റ്. പുട്ട് ബൈ സേവ്. പുട്ട് ബൈ സേവ്. പുട്ട് ബൈ സേവ്. ദെൻ പുട്ട് ഓൺ. പുട്ട് ഓൺ വിയർ, ധരിക്കുക. പുട്ട് ഓൺ വിയർ, ധരിക്കുക. പുട്ട് ഓൺ വിയർ, ധരിക്കുക. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ പുട്ട് എബൌട്ട് സ്പ്രെഡിങ് റൂമർ. ഒന്നുകൂടെ പുട്ട് എബൌട്ട് സ്പ്രെഡിങ് റൂമർ. പുട്ട് എബൌട്ട് സ്പ്രെഡിങ് റൂമർ. പുട്ട് എക്രോസ് കമ്മ്യൂണിക്കേറ്റ്. പുട്ട് എക്രോസ് കമ്മ്യൂണിക്കേറ്റ്. പുട്ട് എസൈഡ്, കീപ് എസൈഡ്. പുട്ട് എസൈഡ്, കീപ് എസൈഡ്. പുട്ട് ഇൻ ഇൻവെസ്റ്റ്. പുട്ട് ഇൻ ഇൻവെസ്റ്റ്. പുട്ട് ബൈ സേവ്. പുട്ട് ബൈ സേവ്. പുട്ട് ഓൺ വിയർ. പുട്ട് ഓൺ വിയർ, ധരിക്കുക. ഐ പുട്ട് ഓൺ മൈ ന്യൂ സാരി ഓൺ മൈ ബർത്ത്ഡേ എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. ധരിക്കുക പൊതുവെ എക്സാമുകളിൽ ചോദിക്കുന്നതാണ്. പുട്ട് ഓൺ, പുട്ട് ഔട്ട്, ഇതൊക്കെ എക്സാമുകളിൽ ചോദിക്കുന്ന. പുട്ട് ഔട്ട്, when you leave from the room you put out the fan and light എന്ന് പറയും. you put out the fan and light when you leave from the room എന്ന് പറയാറുണ്ട് അല്ലെ. എന്താണ്? ഫാനും ലൈറ്റും എന്ത് ചെയ്യുക? തല്ലിപ്പൊട്ടിക്കാന്നാണോ? അല്ല, ഓഫ് ചെയ്യുക. പുട്ട് ഔട്ട് എക്സ്റ്റിങ്യൂഷ്. പുട്ട് ഔട്ട് എക്സ്റ്റിങ്യൂഷ്. ഓക്കെ, കിട്ടിയല്ലോ കുഞ്ഞുങ്ങളെ? പുട്ട് ഔട്ട് എക്സ്റ്റിങ്യൂഷ്. ഒന്നുകൂടെ, പുട്ട് എബൌട്ട് സ്പ്രെഡിങ് റൂമർ, പുട്ട് എക്രോസ് കമ്മ്യൂണിക്കേറ്റ്, പുട്ട് എസൈഡ് കീപ് എസൈഡ്, പുട്ട് ഇൻ ഇൻവെസ്റ്റ്, പുട്ട് ബൈ സേവ്, പുട്ട് ഓൺ വിയർ, പുട്ട് ഔട്ട്
extinguish. Then put up. Put up ന് 4 അർത്ഥമാണുള്ളത്. put up ന് 4 മീനിങ് ആണുള്ളത്. ഒന്ന്, നമ്മളൊരു വീട് വെക്കാൻ പോവുകയാണ് കേട്ടോ. ആ വീട് വെക്കുമ്പോൾ നമ്മൾ ഓടിപ്പോയി വീടാണ് വെക്കുന്നതല്ല, വാനം മാന്തി പൊക്കാറുണ്ട് അല്ലെ. വാനം മാന്തിയിട്ട് അത് പൊക്കിയാണ് കെട്ടുന്നത്. അപ്പൊ വാനം മാന്തി പൊക്കി. ടു റൈസ് ഉയർത്തുക. 2, ടു ബിൽഡ് നമ്മൾ പണിതു, ടു ബിൽഡ്. 3, ടു അക്കോമഡേറ്റ് നമ്മൾ താമസിക്കാൻ കൊടുത്തു എന്ന അർത്ഥത്തിൽ ടു അക്കോമഡേറ്റ്. 4, ഇത് നമ്മുടെ കയ്യിലോട്ട് സാലറി അല്ല ഐ മീൻ വാടക കിട്ടാതെ വരുമ്പോൾ ടു റെസിസ്റ്റ്, അവരെ പ്രതിരോധിച്ചു. ഓക്കെ, കിട്ടിയല്ലോ. പുട്ട് അപ്പിന് 4 അർത്ഥം. 1 ടു റേസ്, 2 ടു ബിൽഡ്, 3 ടു അക്കോമഡേറ്റ്, 4 ടു റെസിസ്റ്റ്. നമ്മളൊരു വാനം മാന്തി പൊക്കി, ടു റേസ്. നമ്മൾ അവിടെ വീട് പണിതു, ടു ബിൽഡ്. നമ്മൾ അവിടെ താമസിക്കാൻ കൊടുത്തു, ടു അക്കോമഡേറ്റ്. 4, നമുക്ക് വാടക കിട്ടാതെ വന്നപ്പോൾ ടു റെസിസ്റ്റ്, നമ്മൾ എന്ത് ചെയ്തു, റെസിസ്റ്റ് ചെയ്തു. പുട്ട് അബൌട്ട്, സ്പ്രെഡിംഗ് റൂമർ. പുട്ട് അക്രോസ്, കമ്മ്യൂണിക്കേറ്റ്. പുട്ട് അസൈഡ്, കീപ് അസൈഡ്. പുട്ട് ഇൻ, ഇൻവെസ്റ്റ്. പുട്ട് ബൈ, സേവ്. പുട്ട് ഓൺ, വിയർ. പുട്ട് ഔട്ട്, എക്സ്റ്റിങ്വിഷ്. പുട്ട് അപ്പ് 4 അർത്ഥം. ടു റേസ്, ടു ബിൽഡ്, ടു അക്കോമഡേറ്റ്, ടു റെസിസ്റ്റ്. ക്ലിയർ അല്ലേ കുഞ്ഞുങ്ങളെ? അടുത്തയിലേക്ക് പോകാം. put off. I put off today's exam on Monday or on next day എന്ന് പറയാം. put off എന്ന് വെച്ചാൽ മാറ്റി വെക്കുക, പോസ്റ്റ്പോൺ ചെയ്യുക. put off, postpone. അങ്ങനെയാണെങ്കിൽ അതിനോടൊപ്പം തന്നെ കോള് പഠിപ്പിക്കുമ്പോൾ ഞാൻ പഠിപ്പിക്കുന്നതാണ്, എന്നാലും പറഞ്ഞു പോവുകയാണ്. call off എന്ത് വരാം, ക്യാൻസൽ. put off, postpone, call off, cancel. ഒന്നിച്ച് പഠിച്ചു വെച്ചോളൂ. put off, postpone, call off, cancel. നെക്സ്റ്റ് put downനും ഈ പറയുന്നത് പോലെ 3 അർത്ഥമാണുള്ളത്. 1, ടു സപ്രസ്, അടിച്ചമർത്തുക. 2, ടു റൈറ്റ്. യു പുട്ട് ഡൗൺ ദ നെയിം എന്ന് പറയാൻ നീ ആ പേരൊന്ന് എഴുതിക്കോളൂ. പുട്ട് ഡൗൺ, ടു റൈറ്റ്. Or and the next meaning is to kill an animal because it is sick or old. അതിന്റെ അസുഖം മൂലമോ അല്ലെ പ്രായാധിക്യം മൂലമോ ഒരു ആനിമലിനെ കൊല്ലുന്നു. പുട്ട് ഡൗൺ എന്നാണ് പറയുക. അപ്പൊ 3 മീനിങ് ആണുള്ളത്. പുട്ട് ഡൗൺ, 1 അടിച്ചമർത്തുക, ടു സപ്രസ്. 2, ടു റൈറ്റ്, എഴുതുക. 3, ടു കിൽ ആൻ ആനിമൽ ബിക്കോസ് ഇറ്റ് ഈസ് സിക്ക് ഓർ ഓൾഡ് എന്നുള്ളതും കൂടി ഒന്ന് പഠിച്ചു വെക്കുക. പുട്ട് ഡൗൺ, സപ്രസ്, റൈറ്റ്, to kill an animal because it is sick എന്ന് പഠിച്ചു വെക്കുക. put forward means മുന്നോട്ടെന്നല്ലേ. make a suggestion, നമ്മളൊരു സജഷൻ മുന്നോട്ട് കൊടുത്തു. put forward, make a suggestion. put forward, make a suggestion. put forward, make a suggestion. put across, communicate. നമ്മൾ ഓൾറെഡി ഇവിടെ put across ഒന്ന് എഴുതിയിരുന്നു. put across നമ്മൾ ഓൾറെഡി പഠിച്ച ഒരു പദമാണ്. put across, communicate. again ഒന്നുകൂടെ കയറി വന്നതാണ്. put up with, എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ. put up with, tolerate. put up with, tolerate. put up with, tolerate. put an end to, നമുക്കറിയാം ട്രാഫിക്കിന് അവിടെ ചെല്ലുമ്പോൾ ആ സാർ എന്ത് ചെയ്യും, ഇവരെ ഇങ്ങനെ കാണിച്ചിട്ട് അവരോട് അപ്പുറത്തെ സൈഡുകാരോട് പൊക്കോളാൻ പറയും അല്ലെ. അപ്പൊ കാണിക്കുന്ന സാധനത്തിന്റെ പേരെന്താ മക്കളെ? put an end to stop. put an end to stop. സെറ്റ് ആണോ? അപ്പൊ പുട്ടുമായിട്ട് put off, postpone, call off, cancel. put down, suppress, write, to kill an animal because it is sick. then put across, communicate. put forward, make a suggestion. put up with, tolerate. put an end to stop. കിട്ടിയല്ലോ? ക്ലിയർ ആണേ? ഒന്നുകൂടെ ഓടിച്ചിട്ട് put about, spreading rumor. put across, communicate. put aside, keep aside. put in, ബുക്കെ നോക്കാതെ എന്റെ മുഖത്തോട്ട് ബോർഡിലോട്ട് നോക്കി പറഞ്ഞേ. put in, invest. put by, save. put on, wear. put out, extinguish, കെടുത്തുക. you put out the fan and light when you leave from the room എന്ന് വെച്ചാൽ എന്താണ്? extinguish, കെടുത്തുക. put up 4 അർത്ഥം. to raise, to build, to accommodate, to resist എന്നുള്ളതാണ്. then put off, postpone, call off, cancel. put down, suppress, write. then to kill an animal because it is sick. put forward, make a suggestion. put across, communicate. put up with, tolerate. put an end to stop. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇഡിയംസ് ആൻഡ് ഫ്രേസസ് എന്ന് പറയുന്ന കുറച്ച് ഭാഗമാണ്. ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ഏകദേശം 10 വാക്കുകളാണ് ഇവിടെ കിടക്കുന്നത്. അപ്പം ഇവിടെ ഏകദേശം 15 നമ്മൾ പഠിക്കുന്നുണ്ട്. എ പൈപ്പ് ഡ്രീം,
എ പൈപ്പ് ഡ്രീം. പൈപ്പ് ഡ്രീം എന്ന് വെച്ചാൽ എന്താ പറയാം? എ പൈപ്പ് ഡ്രീം എന്ന് വെച്ചാൽ ആൻ ഇംപ്രാക്ടിക്കബിൾ പ്ലാൻ എന്ന് പറയാം. ആൻ ഇംപ്രാക്ടിക്കബിൾ പ്ലാനിന് പറയുന്നതാണ്, അതായത് പ്രാക്ടിക്കൽ അല്ലാത്ത പ്ലാനിന് പറയുന്നതാണ് എ പൈപ്പ് ഡ്രീം എന്ന് പറയുന്നത്. എ പൈപ്പ് ഡ്രീം ആൻ ഇംപ്രാക്ടിക്കബിൾ പ്ലാൻ എന്ന് പറയാം. എ മാൻ ഓഫ് വെയിറ്റ് എന്ന് വെച്ചാൽ വെയിറ്റ് ഉള്ള മനുഷ്യൻ എന്ന് വെച്ചാൽ എ മാൻ ഓഫ് ഇമ്പോർട്ടൻസ് എന്നാണ് അർത്ഥം. അതായത് പ്രധാനിയായ മനുഷ്യൻ അല്ലെ പ്രധാനപ്പെട്ട മനുഷ്യൻ എന്നാണ്. എ മാൻ ഓഫ് വെയിറ്റ്, എ മാൻ ഓഫ് ഇമ്പോർട്ടൻസ്. എ മാൻ ഓഫ് വെയിറ്റ്, എ മാൻ ഓഫ് ഇമ്പോർട്ടൻസ്. എ പൈപ്പ് ഡ്രീം ആൻ ഇംപ്രാക്ടിക്കബിൾ പ്ലാൻ, എ മാൻ ഓഫ് വെയിറ്റ്, എ മാൻ ഓഫ് ഇമ്പോർട്ടൻസ് എന്നാണ്. എ ഹോട്ട് പൊട്ടറ്റോ. എ ഹോട്ട് പൊട്ടറ്റോ. അമ്മയെ വിശക്കുന്നു, അമ്മ നല്ല ചൂട് പൊട്ടറ്റോ പുഴുങ്ങിയത് കൂടെ ഫ്രണ്ടിൽ വെച്ച് കഴിക്കാൻ പറ്റുമോ? കാരണം അതിനകത്തോട്ട് ഒന്ന് വിരല് വെച്ചാൽ തന്നെ നമ്മളെ ഭയങ്കര പ്രശ്നമാണ്, നമുക്ക് കഴിക്കാൻ പറ്റില്ല അല്ലെ, ഭയങ്കര ചൂട് കാരണം അതിനകത്ത് ഭയങ്കര ചൂടായിരിക്കും അല്ലെ. ഹോട്ട് പൊട്ടറ്റോ കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂ, നല്ലൊരു പ്രശ്നം. നമ്മൾ നല്ല വിശപ്പ് ഈ ഹോട്ട് പൊട്ടറ്റോ കഴിക്കാൻ പറ്റുമോ? ആ മുഴുവൻ പൊള്ളും. ഓക്കെ, ഹോട്ട് പൊട്ടറ്റോ controversial issue. A pipe dream, an impracticable plan. A man of weight, a man of importance. A hot potato, a controversial issue. Apple pie order. ആപ്പിളൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് അടുക്കി വെച്ചേക്കുന്നതാണ് ഫ്രൂട്ട്സ് കടയിൽ ചെന്നാൽ അല്ലെ. ആപ്പിളൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് അടുക്കി നല്ല ഓർഡർ ആയിട്ട് ത്രികോണ ആകൃതിയിലൊക്കെ അടുക്കി വെച്ചേക്കുന്നതാണ്. എന്താ പെർഫെക്റ്റ്? ആപ്പിൾ പൈ ഓർഡർ പെർഫെക്റ്റ്. ആപ്പിൾ പൈ ഓർഡർ പെർഫെക്റ്റ് എന്ന് പറയാം. എ ക്വീർ ഫിഷ്. എ ക്വീർ ഫിഷ്, എ സ്ട്രേഞ്ച് ബിഹേവിയർ. എ സ്ട്രേഞ്ച്, എ ക്വീർ ഫിഷ്, എ സ്ട്രേഞ്ച് ബിഹേവിയർ, എ മാൻ ഓഫ് സ്ട്രേഞ്ച് ബിഹേവിയർ എന്നാ പറയുന്നത്. എ സ്റ്റോൺസ് ത്രോ, നമ്മൾ പറയത്തില്ലേ അയാളുടെ വീട് എവിടെയാ? എന്റെ വീട്ടിൽ നിന്ന് കല്ലെടുത്തെറിഞ്ഞ് അവരുടെ മുറ്റത്തോട്ടാ. എ സ്റ്റോൺസ് ത്രോ, എ ഷോർട്ട് ഡിസ്റ്റൻസ്. എ സ്റ്റോൺസ് ത്രോ, എ ഷോർട്ട് ഡിസ്റ്റൻസ് എന്നുള്ളതാണ്. അപ്പൊ ഒന്നുകൂടെ നമുക്ക് പറയാം. എ പൈപ്പ് ഡ്രീം, ആൻ ഇംപ്രാക്ടിക്കബിൾ പ്ലാൻ, എ മാൻ ഓഫ് വെയിറ്റ്, എ മാൻ ഓഫ് ഇമ്പോർട്ടൻസ്, എ ഹോട്ട് പൊട്ടറ്റോ, എ കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂ, ആപ്പിൾ പൈ ഓർഡർ പെർഫെക്റ്റ്, a queer fish, a strange behavior, stone's throw, a short distance. A stone's throw, a short distance. Cut to the chase. Cut to the chase. Come to the point. Cut to the chase. Come to the point. Cut to the chase. Come to the point. Onnude cut to the chase. Come to the point. Kick the bucket. Die. Kick the bucket. Died. Okay. Kick the bucket. Died. In high spirit. Very happy. ഞാൻ ഇന്ന് നല്ല ഹൈ സ്പിരിറ്റിലാണ്. ഐ എം വെരി ഹാപ്പി. ഹൈ സ്പിരിറ്റ്, വെരി ഹാപ്പി. ഇൻ ഹൈ സ്പിരിറ്റ്, വെരി ഹാപ്പി. ഫെയർ ആൻഡ് സ്ക്വയർ, ഹോണസ്റ്റ്. ഫെയർ ആൻഡ് സ്ക്വയർ, ഹോണസ്റ്റ്, സത്യസന്ധമായ. ഫെയർ ആൻഡ് സ്ക്വയർ, ഹോണസ്റ്റ്. എ പൈപ്പ് ഡ്രീം, an impracticable plan, a man of weight, a man of importance, a hot potato, a controversial issue, apple pie order perfect. Stones throw, short distance. Cut to the chase. Come to the point. You cut to the chase. You come to the point. കിട്ടിയല്ലോ കുഞ്ഞുങ്ങളെ. Kick the bucket. Died. In high spirit, very happy. Fair and square, honest. Fair and square, honest. കിട്ടിയെന്ന് വിചാരിക്കുന്നു. Next, for a song. For a song means എന്താ? പാട്ടും പാടി ജയിക്കാം അല്ലെ, പാട്ടും പാടി വാങ്ങിക്കാം. വെരി ചീപ്പ് പ്രൈസ്. വെരി ചീപ്പ് പ്രൈസ്. ഫോർ എ സോങ്, ചീപ്പ് പ്രൈസ് എന്ന് പറയാം. ഈറ്റ് അവേ. ഈറ്റ് അവേ എന്ന് വെച്ചാൽ എന്താ? ഡിസ്ട്രോയ്, നശിപ്പിക്കുക. ഈറ്റ് അവേ മീൻസ് ഡിസ്ട്രോയ്. Okay, then for a song, lowest price or cheap price. For a song, cheap price or lowest price. Eat away, destroy. Eat away, destroy എന്ന് പറയാം. അടുത്തതാണ് cold feet. Cold feet, lost the confidence. ലോസ്റ്റ്, കോൾഡ് ഫീറ്റ് മീൻസ് നമ്മൾ എന്താ പറയാ? അയ്യോ പേടിച്ച് വരച്ച് എൻ്റെ കാലിന്റെ അടിയൊക്കെ ഭയങ്കര തണുത്ത് വറച്ചെന്ന് പറയാ, പേടിച്ചിട്ട്. അപ്പൊ എന്ത് പറയാം? കോൾഡ് ഫീറ്റ്, ലോസ്റ്റ് ഓഫ് കോൺഫിഡൻസ്. നമ്മുടെ കയ്യിൽ നിന്ന് കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ എന്ന് പറയും. ഹെർട്ട് ആൻഡ് സോൾ, എൻറ്റയർലി. ഹെർട്ട് ആൻഡ് സോൾ, എൻറ്റയർലി, മുഴുവനായിട്ടും. ഹെർട്ട് ആൻഡ് സോൾ, എൻറ്റയർലി. ഹെർട്ട് ആൻഡ് സോൾ, എൻറ്റയർലി. ടു ബി റോളിംഗ് ഇൻ മണി. ടു ബി, ആരാ റോൾ ചെയ്യുന്നത്? പൈസ ഉള്ളവനാ റോൾ ചെയ്യുന്നത്. പൈസ ഉള്ളവനാണ് റോള് ചെയ്യുന്നവന്. കാരണം റോള് ചെയ്താൽ തിരിച്ചു കൊടുക്കാൻ പൈസ വേണം അല്ലെ. അപ്പൊ പൈസ ഉള്ളവനാണ് റോള് ചെയ്യുന്നത്. ടു ബി റോളിംഗ് ഇൻ മണി, വെരി റിച്ച്. ടു ബി റോളിംഗ് ഇൻ മണി,
വെരി റിച്ച്. നമ്മുടെ മറ്റൊരു വശത്ത് നിന്ന് പൈസ വരും എന്ന് അറിഞ്ഞാലാണ് നമ്മൾ ഇവിടെ റോൾ ചെയ്യുക. അപ്പൊ പൈസ വരുമേ, വെരി റിച്ച്. ടു ബി റോളിംഗ് ഇൻ മണി, വെരി റിച്ച്. ഫോർ എ സോൺ, ചീപ്പ് പ്രൈസ് ഓർ ലോവസ്റ്റ് പ്രൈസ്. Eat away, destroy. Eat away, destroy. നശിപ്പിക്കുക. Eat away, you eat away, you destroy എന്നാണ് അർത്ഥം. Cold feet, loss of confidence. നമുക്കൊരു ആത്മവിശ്വാസം നഷ്ടപ്പെട്ട അവസ്ഥ. Heart and soul, entirely. Heart and soul, entirely. To be rolling in money, വെരി റിച്ച്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ച ഫ്രേസൽ വെർബ്, പുട്ടിന്റെ ഫ്രേസൽ വെർബ്. പുട്ടിന്റെ ഫ്രേസൽ വെർബ് ഏകദേശം ഒരു 12-13 എണ്ണം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഒരു 15 ഇഡിയംസ് ആൻഡ് ഫ്രേസസ് പഠിച്ചിട്ടുണ്ട്. മിക്കവാറും എല്ലാ കോമ്പറ്റീറ്റീവ് എക്സാമുകളിലും എല്ലാ ക്രൈറ്റീരിയൻ എക്സാമുകളിലും ഒക്കെ ചോദിക്കുന്ന ഒരു ഭാഗമാണിത്. പഠിച്ചു വെക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു കാര്യം ഞാൻ ഊന്നി പറയാം, ഈ വൊക്കാബുലറി ഇംഗ്ലീഷ് ആവട്ടെ മലയാളം ആവട്ടെ വൊക്കാബുലറി പഠിക്കാൻ വളരെ ഈസിയാണ്. നിങ്ങൾ ഇപ്പം തന്നെ ഇത് പഠിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ആത്മവിശ്വാസം, ഒരു കോൺഫിഡൻസ്, മിസ്സേ കിട്ടി, വളരെ നന്നായി, ഞങ്ങൾക്ക് കിട്ടി, മനസ്സിലായി. പക്ഷെ വെറുതെയാണ് മക്കളെ, നാളെ ആകുമ്പോൾ അത് മറന്നു പോകും. അപ്പൊ അതിന് എന്താ വേണ്ടത്? വൊക്കാബുലറി ഓർത്തിരിക്കാൻ നമുക്ക് എളുപ്പമാണ്, പഠിക്കാൻ എളുപ്പമാണ്. പക്ഷേ നമ്മളത് റെഗുലർ ആയിട്ട് എന്ത് ചെയ്തില്ലെങ്കിൽ, പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ, ചുമ്മാ ബുക്ക് ഒന്ന് എടുത്ത് വായിച്ചു നോക്കിയാൽ മതി. പുട്ട് അബൌട്ട് സ്പ്രെഡ് യുവർ, പുട്ട് അക്രോസ് കമ്മ്യൂണിറ്റി, പുട്ട് സൈഡ് കീപ്പേഴ്സ്, പുട്ട് ഇൻ ഇൻവെസ്റ്റ്, ഇങ്ങനെ വായിച്ചാൽ മതി. പക്ഷെ റെഗുലർ ആയിട്ട് ഏതെങ്കിലും ഒരു നേരത്തെ, കാരണം നാളെ നമ്മൾ ഇതുപോലെ തന്നെ കുറെ ഭാഗം പഠിക്കുക. അപ്പൊ ഇത് എല്ലാം കൂടെ നമ്മുടെ തലച്ചോറ് സ്വീകരിക്കില്ല, മറന്നു പോവാൻ സാധ്യത കൂടുതൽ. അപ്പൊ അതെന്ത് ചെയ്യാം, അത് റിറ്റൻഷൻ എന്ന പ്രോസസ്സിലേക്ക് കൊണ്ടുവരണം. ആ റിറ്റൻഷനിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? റെഗുലർ ആയിട്ടുള്ള പ്രാക്ടീസ് അനിവാര്യമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക? എന്ത് കാര്യം പഠിച്ചാലും വരാൻ പോകുന്ന കേട്ടറ്റ് പരീക്ഷ, വരാൻ പോകുന്ന മറ്റെന്തെങ്കിലും, നിങ്ങൾ സി-ടെറ്റ് പരീക്ഷ, വരാൻ പോകുന്ന ഡിസംബറിലെ നെറ്റ് പരീക്ഷ, പഠിക്കുന്ന കാര്യങ്ങളെ റിറ്റൻഷൻ ചെയ്യാനുള്ള പ്രാക്ടീസ് റെഗുലർ ആയി കൊണ്ടുവരിക. അപ്പൊ മറ്റു ക്ലാസ്സുകളുമായി കാണാം. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്.